കുട്ടപ്പനെ കെട്ടിയിട്ടിട്ട് കുറച്ചധികം സമയമുണ്ട്. അവന് ബോറടിച്ച് തുടങ്ങി. അതെന്നെ അറിയിക്കണത് ആ ജനലുമ മാന്തിയ. അപ്പം അഴിച്ചു വിടേണ്ട സമയമായി. ഞാനപ്പോൾ കുറച്ച് നേരം ഇവൻ്റെ കൂടെ നിൽക്കുമല്ലോ. ഇന്ന് കുട്ടപ്പൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ പൂച്ച രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പുറത്തേക്ക് സർക്കിറ്റിന് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വരും. വിശക്കണ നേരം ആകുമ്പോൾ എവിടെ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും. അപ്പം ഞാൻ കുട്ടപ്പൻ്റെ തീറ്റയും പിന്നെ ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കണത് തീറ്റ അതുപോലെ അടിക്കും. പിന്നെ കുട്ടപ്പനുണ്ടാവില്ല. നല്ല വിലയുണ്ട് ഇവറ്റയുടെ തീറ്റയ്ക്ക്, മുതലാവൂല. അപ്പോഴേക്കും പ്രത്യക്ഷപ്പെട്ടു. ഈ പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരു റോസാപ്പൂ വിരിഞ്ഞിട്ടില്ല. 2 ദിവസം എടുക്കുമെന്ന് വിചാരിച്ചു ഞാൻ വിരിയാൻ. അല്ല, പിറ്റേ ദിവസം അത് വിരിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊട്ട വീട്ടിലാണ് ഇതിൻ്റെ കട. ഒരു കുഞ്ഞൊരു കമ്പാണ് ഇങ്ങോട്ട് നിന്ന് അതിൽ മുട്ടിട്ട് വിരിഞ്ഞത്. ഞാൻ ഒരു ഷോർട്ട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ മുട്ടിൻ്റെ ഓരോ പ്രായം ഞാൻ വീഡിയോ എടുത്ത് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇവനെന്താണാവോ വലിയ മൈൻഡിൽ അവിടെ തന്നെ ഇരിക്കുക. കുട്ടപ്പൻ എനിക്ക് ആ ചവിട്ടിയിലൊരു പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഷൂഷു പോയിൻ്റെ അതിൽ അകത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ട്രയൽ ഇവന് മണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് ഇവൻ്റെ അപ്പിയും മൂത്രമൊക്കെ ഇടാറ്. മറ്റേ പൂച്ച അതിലൊന്നും ചെയ്യില്ല കേട്ടോ. അത് വന്ന് മൂത്രമൊഴിക്കുക അപ്പിടുകയൊന്നുമില്ല. ഇവൻ മാത്രം തന്നെയാണ് അതിൽ ചെയ്യുക. ചില സമയങ്ങളിൽ അവൻ പുറത്ത് മൂത്രമൊഴിക്കും, അപ്പിടില്ല. അങ്ങനെ ഒരു കുരുത്തം കെട്ട ഒരു സ്വഭാവം കുട്ടപ്പനുണ്ട്. പിന്നെ ഈ മുളകും കട ഞാൻ പറിച്ച് കളയാൻ നോക്കിയതാണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവണില്ല. ഇപ്പം നോക്കിയപ്പോൾ 2 മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറിച്ച് കളഞ്ഞില്ല. പിന്നെ ഞങ്ങളെല്ലാവരും അകത്ത് കയറിയിട്ടാ രാവിലത്തെ കാപ്പി പരിപാടികൾ നോക്കൽ. ദോശാദിനാണെന്ന്. പിന്നെ ഒരു 3-4 ദിവസം ദോശയായിരിക്കും. കറികൾ പലതും മാറി വരും. ദോശയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. വീഡിയോ എടുത്ത് ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാവും കേട്ടോ. ഇത് പരത്തുന്നതൊക്കെ വളരെ ബോറായിരുന്നു. അത് കാരണം പിന്നെ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. ഉച്ചയ്ക്കുള്ള കറിയിലൊരു പകുതി ഭാഗം പണി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് അവിയൽ വെക്കാനാണ് കേട്ടോ. ഇനി ഇതിൽ അരപ്പ് മാത്രമേ ചേർക്കണ്ടു. കല്യാണി ഇത് കണ്ട വഴിക്ക് ഇത് എന്താ അവിയൽ കയറി അമ്മ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു പണി കഴിഞ്ഞിട്ടില്ലേ കുട്ടി, ഇനിയും പണികൾ അതിൽ കിടക്കണുണ്ട്. ദോശയ്ക്ക് ഇത് ഇന്നലെ വെച്ച സാമ്പാറാണ്. എനിക്ക് സാമ്പാറും ദോശ അധികം ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് തക്കാളി ചമ്മന്തി. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ആ അവിയലിക്ക് വേണ്ട നാളികേരം എൻ്റെ മോനെ കൊണ്ടാണ് ഞാൻ ചിരകിപ്പിച്ച് നോക്കണത്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല തണ്ടൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുന്ന് ചിരകാൻ വയ്യ. പിന്നെ അതുമാത്രമല്ല 2 മക്കളും അത്യാവശ്യം പണികൾ വീട്ടിലെല്ലാതും എടുക്കണ ആൾക്കാരാണ്. അപ്പോൾ അവനറിഞ്ഞിട്ടൊന്നുമില്ല വീഡിയോ എടുത്തത്. ഇപ്പോഴാവും കാണുന്നുണ്ടാവുക. എന്നിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഈ അമ്മയെ കൊണ്ട് തോറ്റു, എന്ത് ചെയ്താലും വീഡിയോ എടുത്തിടുമെന്ന്. അത് ഇവരോട് പറയണ്ട കേട്ടോ. അമ്മേനെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ എന്ത് ചെയ്താലും വീഡിയോ എടുത്ത് ഇടും എന്നുള്ളത്. അപ്പം എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പൃഥ്വി പോയതിന് ശേഷം ബാക്കി ക്ലീനിങ് പരിപാടികളിലേക്ക് കിടക്കുക. അതൊക്കെ കല്യാണിയുടെ പണിയാണ് കേട്ടോ. അടിക്കൽ തുടക്കൽ അങ്ങനെയുള്ളതൊക്കെ അവളുടെ പണിയാണ്. പണിയെടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കും. അപ്പം ഞങ്ങൾ ഫോണല്ല കേട്ടോ നോക്കാം, ലുഡോ കളിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ഹോബി. അപ്പോൾ അങ്ങനെ കളിക്കാതിരിക്കുന്ന സമയത്ത് ഇവർ 2 പേരും വന്ന് മടിയിലിരിക്കും. കളിക്കുമ്പോൾ ആ കരുന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കണ്ണ് വറപ്പിച്ച് അതൊക്കെ നോക്കും. ചിലപ്പോൾ കൈ കൊണ്ടൊരു തട്ടൊക്കെ തട്ടും. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇവരും കൂടും. അപ്പോൾ അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. അടിച്ചു വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അവൾ തന്നെയാണ് അടിച്ചു വാരിയത്. ഈ ഒരു പണി അവളുടെയാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സഹായമാണ്. ഇവരില്ലെങ്കിൽ ഞാൻ എല്ലാ പണികളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർ മോനായ പഠനം, പുറത്ത് ജോലി. അപ്പോൾ ഞാൻ പരമാവധി ചീക്കില്ല. എനിക്ക് വയ്യാത്ത കാരണമാണ് ഞാൻ നാളികേരം ചിരകിപ്പിച്ചത്. അവർക്കൊരു റെസ്റ്റ് വേണ്ടേ. പിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളല്ല. അപ്പം ഞാൻ പണിയൊന്നും ചെയ്യിപ്പിക്കില്ല. ഇനി ഇങ്ങോരുടെയും കൂടിയും ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയാൽ ഇവളെയും കിട്ടില്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഇവർ ചെയ്തു പോക്കോളും, സഹായിച്ചു തന്നോളുണ്ടാ. മടിയായിട്ടാണ് നിൽക്കണത്. വീഡിയോ എടുക്കണത് ഇഷ്ടമില്ല. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും വേറെ കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അധികം വീഡിയോ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെയും കൂടി കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്താമെന്ന് കരുതി. തേനോ ആ ഒരു മുട്ട് വിരിഞ്ഞു കണ്ട.
അത് ഞാൻ ഒരു മുട്ട് 2 ദിവസം നിൽക്കുന്ന വിചാരിച്ച് പതുക്കെ പതുക്കെ വിരിഞ്ഞു. അങ്ങനെ എല്ലാവരും ഒറ്റയടിക്ക് അത് വിരിഞ്ഞു. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മഴ പെയ്ത് ഇതാകെ കൊഴിഞ്ഞു പോകണ്ട, അതിന് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ ഒന്ന് പെയ്തിട്ട്, എപ്പോഴെങ്കിലും രാത്രി ഒന്ന് പെയ്ത് പോകുന്നല്ലാണ്ട് വേറെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ല. ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും വെയിലുദിക്കും, മഴ പെയ്യും വെയിലുദിക്കും, അങ്ങനെയായിരുന്നു. ഉച്ച തിരിഞ്ഞോട് കൂടിയിട്ട് കുറച്ച് കാലാവസ്ഥയൊക്കെ മാറി മൂടിക്കെട്ടി തന്നെയാണ് നിൽക്കുന്നത്. കോളിഫ്ലവർ വറുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ജസ്റ്റ് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു. അരിപ്പൊടി, മൈദപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുറച്ച് സോഡാപ്പൊടി, പിന്നെ ഈ സ്പൂൺ വെച്ച് തോണ്ടിയെടുക്കണത് വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചതാണ് കേട്ടോ. അത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല, ജാറൊന്നാമതില്ല. പിന്നെ ഈ കുറച്ച് സാധനം മിക്സിയിലിട്ട് അരയൂല, അപ്പം ആ ഇടിക്കല്ലിൽ വെച്ച് നന്നായി ചതച്ചെടുത്തതാണ്. പിന്നെ ആകെ കൂടിയിട്ട് കോളിഫ്ലവർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും കുറേശ്ശെ പോരെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ടൈം ആകുമ്പോഴേ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് നേരം അതിൻ്റെ വെച്ച് പോയിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മിക്സാക്കേ വേണ്ടൂ. കൈ തൊടാനായിട്ടൊരു മടി, കൈ വെച്ച് കുഴയ്ക്കാൻ. ഇങ്ങനെ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കിയതാണ്. പക്ഷെ അത് ശരിയാവണില്ല. ലാസ്റ്റ് കൈ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. വെറുതെ ഒരു മടി, എന്നിട്ട് ലാസ്റ്റ് അതന്നെ ചെയ്യും. അങ്ങനെ ഞാനിത് വേഗം കുഴച്ചെടുക്കട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉപ്പ് മാത്രം നോക്കിയാൽ മതി. ബാക്കി എല്ലാതും ഇട്ടിട്ടുള്ള കാരണം എളുപ്പപ്പണിയായി. പിന്നെ കുഴച്ച് വെക്കണമൊന്നുമില്ല കേട്ടോ, അപ്പം തന്നെ എടുത്തുണ്ടാക്കുക ചെയ്യണത്. ഞാൻ ഒരുവിധം കട്ടിയിലാണ് ആ മാവാക്കി വെക്കണത്, അല്ലാണ്ട് ലൂസാക്കിയിട്ടില്ല. ഇത് കുഴയ്ക്കും മുപ്പാട് ഞാൻ അപ്പുറത്ത് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പറക്കി ഇട്ടാൽ പോരെ. ഇവിടെ അത് കല്യാണിക്ക് ഇഷ്ടമില്ല കേട്ടോ. അവൾക്കത് പുറത്തുനിന്ന് മേടിക്കണത് ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കണ ഗോബി മഞ്ചൂരി ഇഷ്ടമില്ല. അത് പുറത്തൊരു ടേസ്റ്റ് കിട്ടണില്ല എന്നാണ് പറയണത്. ഞാൻ കുറേ റെസിപ്പി നോക്കിയിട്ട് പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം മാത്രം ഞാൻ ഉണ്ടാക്കണത് അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കണ ഒരുവിധം ഫുഡൊക്കെ അവർക്ക് ഇഷ്ടമാണ്, ഇവൾക്ക് ഇതിഷ്ടമല്ല. അവൾക്ക് അവരൊരു ചട്നി തരില്ലേ, അത് വേണം. ഇപ്പം ആകെ അത് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ചട്നി ഒന്നും ഉണ്ടാക്കണില്ല. അല്ലെങ്കിലും ഞാൻ ഇതിലേക്കായിട്ട് ചട്നി ഉണ്ടാക്കാറില്ല കേട്ടോ സത്യത്തിൽ. പുറമെന്ന് കിട്ടുമ്പോഴത്തെ ആ ഒരു ഇത് കഴിക്കുന്നല്ലാണ്ട്. അത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിലും വിശക്കുമ്പോൾ ഇതന്നെ എടുത്ത് കഴിക്കാനുള്ളൂ, അപ്പം എടുത്ത് കഴിച്ചോളൂ. അങ്ങനെ എൻ്റെ ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു. ചായ കുടിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ കുട്ടപ്പനെ പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മതിയായി ഇരുന്നിട്ട്. അപ്പോൾ അവിടെ വെപ്രാളം കാണിച്ചപ്പോൾ ഞാൻ പോയി എടുത്തത്. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, അതിന് ഇഷ്ടപ്പെടാണ്ട് അവിടെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്ത് കൊണ്ടുവന്നു. ഇനി പുറത്തേക്ക് ഒന്നും പോവില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അകത്തിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോഴല്ല ഒറ്റയ്ക്ക് ബോറടിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷം.